ദുബായ് നാദർ ഹമർ വില്ലേജിലാണ് ഞാനുള്ളത്. ഇവിടെ ഒരു ഹിഡൻ ജം ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഇതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അസ്സലാമലൈക്കും. അത് ഒത്തന്റിക് ആയിട്ട് യമനി ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം. നമുക്ക് പോയി ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസിന്റെ മുകളിൽ ഇങ്ങനെ വെതറ. 13-ാം നൂറ്റാണ്ടിൽ യമനിലെ ബെദുവിൻസിന്റെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പരമ്പരാഗത വിഭവമാണ് മന്തി. അപ്പോ ഒത്തന്റിക് ആയ മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു യമനി ഉണ്ടാക്കിയ യമനി റെസ്റ്റോറന്റിൽ നിന്നും കഴിക്കണ്ടേ. അധികം മസാലകളൊന്നും ചേർക്കാതെ ട്രഡീഷണൽ ആയിട്ടുള്ള യമനി സ്പൈസ് വെച്ച് മാത്രം ഉണ്ടാക്കിയ ഹനീഫ് ഷോൾഡർ, അതും സോർബിയാൻ റൈസ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം വാങ്ങിയത്. ഇനി റിപ്സിലാണ് വേണ്ടതെങ്കിൽ അതും അവൈലബിൾ ആണ് മന്തി റൈസിൽ. ആ ഒരു വാരിയലിന്റെ ഓരോ പീസ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പെറുക്കി എടുക്കുക. ഹനീഫിന്റെ ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. ആ കോഴിക്കാൽ ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വിട്ടുപോരും. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവരുടെ ചിക്കൻ സോർബിയൻ. ആ റൈസും ആ ചിക്കനും ആ റൈസിന്റെ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഒരു പൊട്ടാറ്റോ എടുത്ത് ആ ഒരു ചിക്കന്റെ പീസും ആ ഒരു റൈസും മിക്സ് ചെയ്ത് അതിൽ ആ ഒരു ടൊമാറ്റോ ചട്നി വെച്ച് കൂട്ടിക്കൊഴിച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സൂപ്പർബായിരുന്നു അത്. അവസാനം യമനി ഡിസേർട്ടായ ഫത്താത്തമർ, അതായത് ബ്രെഡും ഡേറ്റ്സും ഹണിയും മിക്സ് ചെയ്തിട്ട് അധികം മധുരം ഇല്ലാത്ത ഒരു ഡിസേർട്ടും സുലൈമാനിയും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വരാൻ പോകുന്ന ഈദിന്റെ സ്പെഷ്യൽ ആയിട്ട് ഫുൾ ആമ്പിലും ഇനി ഹാഫ് ആയിട്ട് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഫ്രീ വാലെ പാക്കിംഗ് ഉള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. റാഷിദിയ, വർക്ക, റാസൽ കോർലോട്ടൊക്കെ അവർക്ക് ഡെലിവറി ഉണ്ട്. ഇതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാദൽ ഹമറിലുള്ള കാൻസലർ മന്തി റെസ്റ്റോറന്റ് കഴിച്ചിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം.